പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കിക്കൊണ്ടുള്ള സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ലാലി. മാത്രവുമല്ല, തന്നെ ഒരവസരം കിട്ടിയാൽ തീർത്തു കളയാനും മടിക്കാതെയാണ് ഇപ്പോൾ സുമിത്രയും കൂട്ടരും മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി നാം പ്ലാനിങ്ങുകൾ ഉണ്ടാക്കി മുന്നോട്ട് പോകണം എന്ന് അറിയിച്ചിരിക്കുകയാണ് തൻ്റെ മകനോട്. ഇത് കേട്ടതിനെ തുടർന്ന് പ്ലാനിങ്ങുകൾ നമ്മൾ കൃത്യമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. ഇനിയും സുമിത്രയുടെയും കൂട്ടരുടെയും ആട്ടും തുപ്പും കേട്ട് ഇങ്ങനെ ജീവിക്കാൻ സാധിക്കുകയില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് അത് ശരി തന്നെയാണ് എന്ന് സമ്മതിച്ചിരിക്കുകയാണ് ലാലി. നമുക്ക് അവരെ തിരിച്ചടിച്ചേ മതിയാകൂ. പക്ഷെ ബുദ്ധിപൂർവമായി കാര്യങ്ങൾ നീക്കിയില്ല എങ്കിൽ നമുക്കാകും ആപത്തുണ്ടാവുക. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ പുതിയ നീക്കങ്ങളാണ് ഇപ്പോൾ കൊണ്ടുവരേണ്ടത് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് അമ്മ പറയുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാണ് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ലാലിയുടെ മകൻ. ഇനി എന്തു ചെയ്യണം, കാര്യങ്ങൾ വിശദമായി തന്നെ പറയൂ എന്ന് പറഞ്ഞതിനെ തുടർന്ന് സുമിത്രയെ നേരിടണമെങ്കിൽ ഇനി നമുക്ക് കൺമണിയുടെ സഹായം ആവശ്യമാണ്. കൺമണിയോട് ആ സത്യങ്ങൾ തുറന്നു പറഞ്ഞേ മതിയാകൂ. സത്യങ്ങൾ അറിയുകയാണ് എങ്കിൽ അവൾ സഹായിക്കാതിരിക്കുകയില്ല. അത് സത്യം തന്നെയാണ്, എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ ലാലി കൺമണിയെ കാണുന്നതിനായി എത്തിയിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ലാലിയുടെ വരവ് കൺമണിയെ ഞെട്ടിച്ചതിനെ തുടർന്ന് എന്താണ് കാര്യമെന്ന് കൺമണി ചോദിക്കുന്നു. ഇതോടെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ വ്യക്തമാക്കാനുണ്ട്. ഞാൻ പറയുന്നത് മറ്റാരും അറിയരുത് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് എന്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് എന്ന് ചോദിച്ചിരിക്കുകയാണ് ഇപ്പോൾ കൺമണി. ഇതോടെ കൺമണിയോട് നിങ്ങൾ അറിയാത്ത വലിയൊരു ചതി 30 വർഷത്തിന് മുൻപ് നടന്നിട്ടുണ്ട്. ഇത് കേൾക്കുന്ന കൺമണി, എനിക്ക് മനസ്സിലായില്ല, എന്താണ് നിങ്ങൾ പറഞ്ഞു വരുന്നത് എന്നുള്ള കാര്യം. ഇത് കേട്ടതിനെ തുടർന്ന് ഞാൻ ആദ്യം മുതലേ പറയാം. കൃഷിനും അതുപോലെ തന്നെ കൃപയ്ക്കും മുന്നേ തന്നെ ഒരു കുട്ടി അവർക്ക് ജനിച്ചിരുന്നു. അത് സുജയ്ക്കും അതുപോലെ തന്നെ സുജയുടെ ഭർത്താവിനും അറിയാവുന്നതാണ്. സാഗർ. ആ കുട്ടി നഷ്ടപ്പെട്ടു എന്ന് കരുതിയാണ് ഇപ്പോൾ കാര്യങ്ങളൊന്നും ആരോടും സംസാരിക്കാതെ വിഷമം മുഴുവൻ മനസ്സിൽ അടക്കിക്കൊണ്ട് ജീവിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ കാര്യങ്ങൾ അങ്ങനെയല്ല. സത്യങ്ങൾ ഇതുവരെ അവർക്ക് തിരിച്ചറിയാൻ സാധിക്കാത്തതാണ്. അന്ന് 30 വർഷത്തിനു മുൻപ് അവർക്ക് ജനിച്ച കുട്ടി മരിച്ചുപോയി എന്ന് കരുതിയാണ് ഇത്രയും വർഷങ്ങൾ അവർ തള്ളി നീക്കിയത്. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല സംഭവിച്ചത്. ആ കുട്ടി ജീവിച്ചിരിപ്പുണ്ട്. ഇത് കേട്ട് കൺമണിയാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ്. ഇതോടെ എന്തൊക്കെയാണ് നിങ്ങൾ ഈ പറയുന്നത് എന്ന് ചോദിക്കുകയും എനിക്ക് കാര്യങ്ങൾ വിശദമായി തന്നെ അറിയണമെന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ആ കുട്ടിയാണ് ബലരാമൻ എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ലാലി. ഇതോടെ ഇത് വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് കൺമണി. ഇതോടെ അതിനുള്ള തെളിവുകളും എൻ്റെ പക്കലുണ്ട്. കാരണം ഞാനാണ് ആ കുട്ടിയെ എടുത്തു മാറ്റിയത്. അത് വലിയൊരു തെറ്റ് തന്നെയാണ്. പക്ഷേ പൈസയ്ക്ക് വേണ്ടി അത്യാഗ്രഹം മൂത്ത ഞാനന്ന് ആ കാര്യം ചെയ്തു എന്നത് തന്നെയാണ് സത്യം. അത് തെറ്റ് തന്നെയാണ്. അത് തിരുത്താനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. പക്ഷേ അത് എനിക്ക് ഒറ്റയ്ക്ക് ചെയ്തു തീർക്കാൻ സാധിക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കൺമണിയുടെ സഹായം ഇതിൽ ആവശ്യമാണ് എന്ന് പറയുകയും കൺമണിയുടെ കാല് പിടിക്കാനും തയ്യാറാണ് എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് കൺമണിയാകെ തകർന്നു പോയിരിക്കുകയാണ്. ഇതോടെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. ബലരാമനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ്
ബലരാമന്റെ കുടുംബത്തെ നശിപ്പിക്കുന്നതിനായി ഇപ്പോൾ പ്ലാനിങ്ങുമായി അവർ പോകുന്നത്. അത് തടയണം. അതിന് കൺമണിക്ക് മാത്രമാണ് സാധിക്കുക. കൺമണിയുടെ കൂടെ ഞാനുണ്ട്. എന്താ സഹായിക്കുകയില്ലേ അവരുടെ ചതി പൊളിക്കാനെന്ന് പറഞ്ഞതിനെ തുടർന്ന് സത്യങ്ങൾ അറിഞ്ഞ കൺമണി കൂടെ നിൽക്കും എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ്. ഇതേ തുടർന്നാണ് കൃഷിനെ ചെന്ന് കാണാൻ തീരുമാനം കൺമണി എടുക്കുന്നത്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.